ഹായ് ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂസിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ഒരു ന്യൂസ് വ്യക്തമായിട്ട് കേൾക്കാം. അതിനുശേഷമാവാം കൂടുതലുള്ള സംസാരങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഏതൊരു വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ന്യൂസിലേക്കൊന്ന് പോവാം. വ്യക്തമായി കേൾക്കൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അർച്ചനയെ ആനക്കരയിലെ അമ്മ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോക്കേറ്റ് മരണമെന്നാണ് ആദ്യം കരുതിയത്. അധികം വൈകാതെ തന്നെ അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. കൊലപാതകം അതിലേക്ക് നയിച്ച കാരണവും അറിഞ്ഞപ്പോഴാണ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ഞെട്ടിയത്. എടപ്പാൾ പൊരൂക്കരയിലെ വീട്ടിൽ നിന്ന് ആനക്കരയിലെ അമ്മ വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു അർച്ചന. സന്തോഷത്തിന്റെ നാളുകൾ. എല്ലാവരും പുറത്തു പോയപ്പോൾ വീട്ടിൽ അവശേഷിച്ചത് മരണപ്പെട്ട 11കാരിയും അമ്മയുടെ സഹോദരി മകളായ 14കാരിയും അമ്മുമ്മയും മാത്രം. പറമ്പിൽ തേങ്ങയിടാൻ ആളെത്തിയതിനാൽ അമ്മുമ്മ പറമ്പിലേക്ക് പോയി. ഇന്നേരമാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. കൊലപാതകി സഹോദരിയായ 14കാരി തന്നെ. പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ ആദ്യമേ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റബോധം ആ 14കാരിയെ തളർത്തി. അവളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞു. അർച്ചന പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഇത്തവണ USS സ്കോളർഷിപ്പും കിട്ടിയിരുന്നു. നാടെങ്ങും ഫ്ലക്സുകൾ ഉയർന്നു. എങ്ങും അനുമോദനങ്ങൾ. വീട്ടുകാർ അവളെ അനുമോദനം കൊണ്ട് മൂടിയപ്പോൾ സഹോദരിയായ താൻ ഏറെ ഒറ്റപ്പെട്ടു. എല്ലാവർക്കും അവളെ മതി. കണ്ടുപഠിക്ക് അവളെ. എങ്ങും അവൾ മാത്രം. അവളെ മാത്രം മതി എല്ലാവർക്കും എപ്പോഴും. ദേഷ്യം പകയായി. പകയുടെ ഒടുവിൽ അവളെ കൊല്ലണമെന്നായി. ഒന്നും ചിന്തിച്ചില്ല. ഷാൾ മുറുക്കി കൊന്നുകളഞ്ഞു. കൊല്ലപ്പെട്ടതും കൊലയാളിയും ഒരേ ചെടിയുടെ പൂക്കൾ. ന്യൂസ് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആദ്യത്തെ ചോദ്യം, ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ്? ആ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ആ കുട്ടിയാണോ സത്യത്തിൽ ഇവിടുത്തെ തെറ്റുകാരൻ? ഒരിക്കലും അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വേദന ഉണ്ടാവും. അതാണ് പിന്നീട് വളർന്ന ആ കുഞ്ഞിൽ പകയോ വിദ്വേഷമോ ഒക്കെ ആയി മാറുന്നത്. പല കുട്ടികളും പല തരത്തിലായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക. ചിലർ, നമ്മൾ പറയില്ലേ, സമൂഹമാണ് അല്ലെങ്കിൽ ചുറ്റുപാടുകളാണ് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കള്ളന്മാരും കൊലപാതകളൊക്കെ ആക്കുന്നതെന്ന് പറയില്ലേ. ഏറെക്കുറെ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊക്കെ, അതായത് ഇപ്പോൾ നിലവിലുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന പാരൻസ്, ഗാർഡിയൻസ്, ഇവരൊക്കെ ഒരു കാലത്ത് കുഞ്ഞുങ്ങളായിട്ടുള്ളവർ തന്നെയായിരിക്കും. ഒരു കാലത്ത് വിദ്യാർത്ഥികളായിട്ടുള്ളവരായിരിക്കും. അന്ന് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ ആരോ ആവട്ടെ, ഏതെങ്കിലും മാതാപിതാക്കളെ, തൊട്ട് അയൽവാസികളായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെ അച്ഛന്മാരെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ അങ്ങോട്ട് നോക്കി അതുപോലെ ആയിരിക്കണം അച്ഛനമ്മമാർ, അതുപോലെ ആയിരിക്കണം അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഒരു കുട്ടി പോലും പറയുന്നത് ഞാനും പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മയുള്ള കാലത്ത്, ഓർമ്മ വെച്ച കാലത്ത്. കാരണം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ അത്രയും പ്രഷ്യസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളെ കണ്ട് പഠിക്കുക, അവനെ കണ്ട് പഠിക്കുക, നിൻ്റെ അതേ പ്രായമാണ് അവർക്ക്, അവരെത്ര മിടുക്കരാണ് എന്നൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അങ്ങനെ കണ്ടെങ്കിലും എൻ്റെ കുട്ടികൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവരും ഇതുപോലെയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കട്ടെ, കൊയ്തെടുക്കട്ടെ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ മനസ്സിൽ വിഷമമാണ് ഉണ്ടാകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചേർത്ത് പിടിക്കുന്നതിന് പകരം മറ്റൊരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നു, അവരെ നല്ലത് പറയുന്നു. അവരെന്ത് നേടിയെന്നുള്ളത് ഈ കുട്ടിക്കൊരു വിഷയമേ ആയിരിക്കില്ല അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ ചേട്ടൻ, ചേച്ചി, ഇവരൊക്കെ, തൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ മറ്റൊരു വ്യക്തിയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഒരു വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാവും, വല്ലാത്ത ഒറ്റപ്പെടലുണ്ടാവും.
അങ്ങനെ പല വിഷയങ്ങൾ. ചില കുട്ടികൾ വിഷാദം എന്നുള്ളൊരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മാനസികമായിട്ട് തളർന്നു പോകുന്നൊരവസ്ഥയിലെത്തും, ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ എത്തും. ചില കുട്ടികൾ ഇതുപോലെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യാനും തുടങ്ങും. ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഇവിടെ ആദ്യം കേൾപ്പിക്കാൻ കാരണം, ഈ ഒരു സിറ്റുവേഷൻ നാളെ നമ്മുടെ ആരുടെയും വീടുകളിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ തമാശയ്ക്ക് നമ്മുടെ മക്കളോട് പലതും പറയും അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികളോടോ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളോടോ, അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ തമാശയ്ക്ക് പലതും പറയും. എന്ന് കരുതി അതൊന്നും അതിര് കടക്കരുത്. അതൊക്കെ നമുക്കൊരു രസമായിരിക്കും, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മളത് കരുതുന്നത് അവരത് എൻജോയ് ചെയ്യുകയാണെന്നോ, അല്ലെങ്കിൽ അവർ പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നൊക്കെ ആയിരിക്കും. കുട്ടികളാണ്, അവർക്കൊന്നും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം വളർന്നിട്ടുണ്ടാവില്ലടോ. ആകെ കൂടെ അവർക്ക് അറിയുന്നത് അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ, കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ്. പിന്നെ കുശുമ്പും ചെറിയ ചെറിയ വാശിയും പിണക്കൊക്കെ ഉള്ള പിള്ളേരായിരിക്കും. അതിൻ്റെയൊക്കെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ ഈ കുത്തുവാക്കുകൾ. താങ്ങുമോ ആ മനസ്സ്? ചിന്തിച്ചാൽ പോരെ, നമുക്ക് തന്നെ മനസ്സിലാവില്ലേ നമ്മൾ താങ്ങിയിട്ടുണ്ടാവുമോ? ഒരുപക്ഷെ നമ്മളും കേട്ട് വളർന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കുഞ്ഞിലെ അവനെ കണ്ട് പഠിക്കുക, അവൻ എത്ര മാർക്ക് മേടിച്ച് നോക്ക്, അവൻ്റെ നേട്ടങ്ങൾ, അവൻ സമ്മാനങ്ങൾ നേടുന്നു, അവൻ ഓട്ടത്തിൽ ചാട്ടത്തിൽ എല്ലാത്തിലും എടുക്കണം, നീ ഇങ്ങനെ ഇരുന്നോ, നീ ഒന്നിനും പങ്കെടുക്കണ്ട, അല്ലെ നീ പഠിക്കണ്ട, ഇതൊക്കെ ആയിരിക്കും കേട്ട് വളർന്നിട്ടുണ്ടാവുക. ആദ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കുക, വിദ്യാഭ്യാസം എന്നുള്ളത് ഈ എക്സാം പേപ്പറിൽ കിട്ടുന്ന മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒന്നും അല്ല. അറിവ് നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മറ്റൊരു തലത്തിലേക്കുള്ളൊരു സാധനമാണ്. എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടിയായിരിക്കും നാളെ ലോകം അറിയപ്പെടാൻ പോകുന്നത്. പരീക്ഷാ പേപ്പറിൽ കുഞ്ഞിനൊന്നും നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പം 10ാം ക്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അവനായിരിക്കും ഒരു പക്ഷേ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ വലിയ വലിയ ഓണറായിട്ട്, അതായത് ഈ മുതലാളിയായിട്ട് ഇരിക്കുന്നത്. അവൻ്റെ അണ്ടറിലായി ഈ 10ാം ക്ലാസ് തോറ്റവളുടെയൊക്കെ അണ്ടറിലായിരിക്കും നൂറുകണക്കിന് ജോലിക്കാരും MBA അങ്ങനെയുള്ള പല ഡിഗ്രി ഉള്ളവരൊക്കെ ജോലി ചെയ്യുന്നത് അല്ലേ. വക്കീലുമാർ വരെ അവരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. അതായത് അവരുടെ പേഴ്സണൽ വക്കീലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലീഗൽ അഡ്വൈസറൊക്കെ ആയിട്ട് കമ്പനിയുടെ ഒക്കെ. ഇവരൊക്കെ തലപ്പത്തിരിക്കണം വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണെന്നാണോ കരുതുന്നത്? ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു കേവലം പരീക്ഷകൾക്ക് മാർക്ക് കുറയുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികളെന്ന് ഇങ്ങനെ തരം താഴ്ത്തരുത് കേട്ടോ. പിന്നെ കഴിവുകൾ, അതായത് കലാപരവും കായികപരമായിട്ടുള്ള കഴിവുകൾ, അതവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അവരുടെ മേലെ ഇൻജക്റ്റ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹനം കൊടുക്കുക എന്നല്ലാതെ, അവർക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണെങ്കിൽ അതിൽ അടിച്ചേൽപ്പിച്ച് നീ അത് ചെയ്യ്, നീ അത് നേടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നേടാൻ പറ്റുമോ? പറ്റില്ല. എത്ര പണം നിങ്ങൾക്കുണ്ടായിട്ടും എത്ര പണം നിങ്ങൾ ചിലവഴിച്ചിട്ടും കാര്യമില്ല. അത് ആ കുഞ്ഞിൻ്റെ ഇൻബോണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്ര വരച്ചിട്ടും കാര്യമില്ല. അത് മനസ്സിലായോ? അടിച്ചേൽപ്പിക്കുകയാണ്. അതൊക്കെ അവരിലുണ്ടാക്കുന്ന സ്ട്രെസ്സ് വളരെ വലുതായിരിക്കും. എന്താ പറയുക, ഭീഷണിയാണ്. കുട്ടികളോടൊക്കെ പലരും ഭീഷണിപ്പെടുത്തും. നീ ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ടില്ലെങ്കിൽ, ഫുൾ A+ മേടിച്ചിട്ടില്ലെങ്കിൽ വിവരം അറിയുമെന്നാ പറയുക. പിന്നെ കുറേ ഓഫറും കൊടുക്കും. മേടിച്ചാൽ ഇന്നത് മേടിച്ചിരും. ഒരു ബിസിനസ് അവിടെ നടത്തുന്ന പോലെയാണ് ഇത്. ചിലരുടെ കേസിൽ, ചില പാരൻസിൻ്റെ കേസിൽ ഇതൊരു മത്സരമാണ്. കുട്ടികളെ നല്ല സ്കൂളിൽ ചേർക്കുന്നതും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതും എന്നൊക്കെ പറയുന്നത് അവർക്കൊരു മത്സരമാണ്. അല്ലാണ്ട് കുട്ടികളുടെ ഭാവി ഒന്നല്ല അവർ തിങ്ക് ചെയ്യുന്നത്. ചിലർക്കത് ക്ലബിലൊക്കെ പോകുമ്പം പറയാം, അല്ലെങ്കിൽ മറ്റ് മീറ്റിങ്ങുകളിലോ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് വലിയ ഷോ നടത്താനായിരിക്കും തൻ്റെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. അത് അവിടെ നടക്കാതെ വരുമ്പോഴാണ് പല പാരൻസും ഇത്ര ടോക്സിക് ആവുന്നത്. ഒരിക്കലും ചെയ്യരുത്. കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുക, അല്ലാതെ തൻ്റെ മക്കളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം കുട്ടികളുടെ മനസ്സ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു കൊലപാതകവും അപകടങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിച്ചേക്കാം. നമ്മൾ ഇതുപോലെ കുട്ടികളെ മാനസികമായി തളർത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ സംബന്ധിച്ചേക്കാം. ഒരു കുഞ്ഞിനെ പോലും മാനസികമായിട്ട് തളർത്താതിരിക്കുക. അവൻ്റെ കഴിവ് എന്താണോ അത് അവനെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അല്ലാതെ മറ്റേ കുട്ടിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ഒരു കുഞ്ഞിനോട് ചെയ്യരുത്. ഈ വിഷ്വൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ, ഈ ന്യൂസൊക്കെ കണ്ടപ്പോൾ വളരെ മനസ്സിൽ വിഷമം തോന്നി. കാരണം ഒരു പരിധി വരെ ഞാനും കേട്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞിലെയൊക്കെ. ചുമ്മാ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പാരൻസ്. എൻ്റെ ഓർമ്മകളിൽ എവിടേക്കോ ഉണ്ട്. അത് പാരൻസായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സായിട്ടോ ആരൊക്കെയോ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മകളിൽ എവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ടാവും. അത് നമ്മുടെ കുഞ്ഞുനാളിൽ സ്കൂളുകളിൽ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ.
അവനെ നോക്കുക, അവൻ എത്ര നന്നായിട്ടാണ് പഠിക്കുന്നത്, എത്ര മിടുക്കണം നോക്കുക. ഇവനെ കണ്ട് പഠിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നീ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിർത്തിയിട്ടൊക്കെ ഉണ്ടാവും കുട്ടികളെ സ്കൂളിൽ ടീച്ചേഴ്സ്. ദയവേത് എൻ്റെ പിന്നാലെ ടീച്ചർമാരെ നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളും ഇതുപോലെ കുട്ടിക്കാലം കഴിഞ്ഞ് ബാല്യകാലം കഴിഞ്ഞ് വന്നവരല്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാലോ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവും, വേദന ഉണ്ടാവും എന്നൊക്കെ. അവരുടെ മനസ്സ് വെച്ച് നമ്മൾ ചിന്തിക്കുക, അവരുടെ മനസ്സ് വെച്ച് അവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിച്ചാൽ അവർക്കുണ്ടാകുന്ന വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി മാത്രം സംസാരിച്ചതാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു.